എല്ലാവർക്കും നമസ്കാരം. സംഗീതം എന്നാൽ എന്താണ്? നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ പറ, എനിക്കറിയാവുന്നത് ഞാൻ പറയാം. ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് എന്താണ് സംഗീതം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്തായിരുന്നു. ഗൂഗിൾ ചെയ്ത സമയത്ത് ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ, ഇതായിരുന്നു സംഗീതം. എന്നാൽ ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളതിന് ഉത്തരവും എനിക്കില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഒരു റിലവന്റ് ടോപ്പിക്കേ അല്ല. റിലവന്റ് എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടി പോയിട്ടില്ല. പിന്നെ ആഴ്ചയിലും ദിവസത്തിലൊക്കെ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് നമുക്ക് എൻജോയ്മെന്റ് ആയിട്ട് പോവാം. അല്ലാണ്ടൊന്നുമില്ല ഇവിടെ കാണാനായിട്ട്. എന്തായാലും മുട്ടയേറും ചീമുട്ടയേറും കല്ലേറും കിട്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടൊരു ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സംഗീതമെന്ന് ഉള്ള കാര്യം വിശദമായിട്ട് ആദ്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഒരുപാട് സംഗീതങ്ങൾ വടിഞ്ഞൊഴുകുന്ന ഒരു കലാപ്രതിഭയായിട്ടുള്ള രേണുസുധിന്റെ സ്റ്റേജ് ഷോയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഇത് ചില്ലറ സ്റ്റേജ് ഷോ ഒന്നുമല്ല. ഇത്രയും കലാകാരി ആയിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്താണ് സംഗീതം എന്ന് നമുക്ക് നോക്കാം. സ്വരങ്ങൾ, താളം, ഭാവം എന്നിവ സമന്വയിപ്പിച്ച് ആസ്വാദകരമാക്കുന്ന ശബ്ദകലയാണ് സംഗീതം. മനുഷ്യന് ശാന്തിയും സമാധാനം, നോട്ട് ദ പോയിന്റ് കേട്ടോ, മനുഷ്യന് ശാന്തിയും സന്തോഷവും നൽകുന്ന ഇത് നാദഭാഷ എന്നും അറിയപ്പെടുന്നു. ഗീതം, പാട്ട്, വാദ്യം, ഇൻസ്ട്രുമെന്റ്, നൃത്തം എന്നിവ ചേർന്നതാണ് സംഗീതം. ഇത് വികാരങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പൊ ഇത്രയും അർത്ഥവത്തായ കുറെ കാര്യങ്ങളും അതുപോലെ കുറെ കാര്യങ്ങൾ ചേർന്നതും മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. എന്നാൽ ഈ സംഗീതത്തിന് കൊല വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ രേണുസുധി. കൊല വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു തീർത്തിരിക്കുകയാണ്. ബിഗ് ബോസിൽ തുടങ്ങിയതാണ് വസീകര എൻ നെഞ്ചിനക്ക് എൻ കാലനക്ക് എന്ന് പറഞ്ഞും കൊണ്ട് തുടങ്ങിയതാണ്. നിർത്തുന്നില്ല. അന്ന് ആരോ പറഞ്ഞു പറ്റിച്ച് നീ സൂപ്പറാടിയെന്ന്, നീ സൂപ്പറായിട്ട് പാടുമെന്ന് പറഞ്ഞ് അന്ന് ഏവളോ പറഞ്ഞു പറ്റിച്ച്. അതിനുശേഷം ഇതുവരെ നിർത്തിയിട്ടില്ല. വസീകര ഇത് തന്നെയാണ് രായ്ക്ക് രാമായണം. ഒരു സ്റ്റേജ് ഷോ ഒക്കെ നടത്തിയിരിക്കണ്ട പാട്ട് പാടാൻ. ഞാൻ ആലോചിക്കുന്നതല്ല, ആരാടാ ഇതിനെയൊക്കെ സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചു വരുത്തിയത്? ആ ഫ്രണ്ടിൽ ഇരുന്ന് ഇത് കാണുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലേ? ഇതിനേക്കാളും ബോക്സിൽ പാട്ടിട്ടിട്ട് ആൾക്കാർ വളഞ്ഞിരുന്ന് കേട്ടോളുമായിരുന്നല്ലോ. എന്താ അവസ്ഥയെ നോക്ക്. പോട്ടെ, അപ്പൊ പറയാം നിനക്ക് അസൂയല്ലടാ രേണുസുധി പാട്ട് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് നിനക്ക് അസൂയല്ലടാ. എടേ, അങ്ങനെയല്ല. നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ, ഞാൻ പറയുന്ന കള്ളമാണോ നിങ്ങൾ കണ്ടിട്ട് പറ. തുടക്കത്തിൽ തന്നെ ഡാൻസിലൂടെയാണ് നമ്മുടെ രേണുസുധി നമ്മളെ ആനയിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് റിമി ടോമി ആവാൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു. റിമി ടോമിക്കാണ് ഈ സ്വഭാവമുള്ളത്. ഡാൻസ് കളിച്ച് പാട്ടുപാടും. അതുകൊണ്ട് റിമി ടോമിയെ വെള്ളിക്കൊണ്ടാണ് മിക്കവാറും രേണുസുധി ഈ വട്ടം കളത്തി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് ഫുള്ള് ഇവിടെ എൻജോയ്മെന്റ് വിത്ത് DJ. എല്ലാവരും ഇവിടെ തന്നെ കൂടും. വാ അമേസിംഗ്, കമോൺ അമേസിംഗ്, കമോൺ അതൊക്കെ വരെ പാടൂ. എന്താ പാടാ നിൽക്കുന്നേ? പെട്ടെന്ന് പാടൂ. എനിക്ക് ആണെങ്കിൽ ഇന്ന് റെസ്റ്റ് എടുക്കണം. രേണുസുധി പാട്ട് കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കാൻ. പോയാ പോരട്ടെ, തീർന്ന പൂങ്കരളെ പറയാതെ എന്റെ പൂങ്കരളെ. എന്റെ പൊന്ന് പ്രേക്ഷകരെ, എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, എന്റെ പൊന്ന് ഓഡിയൻസ്, നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ്. നിങ്ങളിത് കാണണം. വേറൊന്നുമില്ല. ഇത്രയും കഴിവുള്ള ഒരു കലാകാരിയായിരുന്നു നമ്മുടെ രേണുസുധി എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഇത്രയും കലാപരമായിട്ട് കഴിവുണ്ടായിരുന്ന ഒരാള് എന്തുകൊണ്ട് ആ കല ഇതുവരെ പുറത്തെടുത്തില്ല? കൊലയാകുമായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സുഹൃത്തുക്കളെ. നമുക്ക് കാണാം.
ഇത് ഇതുവരെ നിർത്താനുള്ള പരിപാടിയൊന്നുമില്ലേ? അന്ന് തുടങ്ങിയതാണ്. ആരോ പറഞ്ഞ് വസീകര നീ പൊളിച്ച് നീ സെറ്റ് എന്ന് പറഞ്ഞ് ആരോ ഒന്ന് പറഞ്ഞ് പറ്റിച്ചടാ. അതിനുശേഷം ഈ വസീകരം വിട്ടിട്ടില്ല. പിന്നെ ഫുള്ള് വസീകരൽ തന്നെയാണ്. ധാരാളം ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത്. വല്ലാത്തൊരവസ്ഥ. എന്തുവാ എന്നുസ്തുതി കഷ്ടപ്പെട്ട് ഇത്രയും പാട്ട് പാടാണ്. എങ്കിലും ഇത് ഒരു കഴിവന്നെ കേട്ടടേ, വേറൊന്നുമല്ല. അഥവാ കഴിവില്ലെങ്കിലും ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ കയറി നിന്ന് പാടാൻ കാണിക്കുന്ന മനസ്സ്, അത് കണ്ടില്ലെന്ന് ആരും നടിക്കരുത്. ആൾക്കാർ കളിയാക്കിയാൽ കൂടി മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലോ. പിഞ്ചു മനസ്സാടാ, പിഞ്ചു മനസ്സ്. മൈക്കൊക്കെ സെറ്റ് ചെയ്യുന്നതും അവിടെ നിൽക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ റിമി ടോമി തോറ്റു പോകും. അപ്പൊ ചോദിക്കും റിമി ടോമി ആരാന്ന്. റിമി ടോമി പാട്ട് പാടുന്നതാ. റിമി ടോമി അറിയാത്തവരില്ലല്ലോ. അതുപോലെ തന്നെ റിമി ടോമിയേക്കാൾ കേമത്തിൽ പാട്ട് പാടാനായിട്ട് നിൽക്കുന്ന രേണുസുതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ കുറെ പേർക്ക് തോന്നും എനിക്ക് അസൂയല്ലടാ. നിങ്ങൾ അങ്ങോട്ട് നോക്ക്. ഞാൻ ശ്വാസിപ്പതും നേസിപ്പതും ഉണ്ണിയാ. തീർത്തു. ഒരു കല തന്നെ രേണു. നീ വേറെ ലെവലാണ് കേട്ടോ. നിന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ നീ വീണ്ടും കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ വേറെ ലെവലാണ്. നീ കളിയാക്കിയവരുടെ മുന്നിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊടുത്ത അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. സ്റ്റാറാണ് നീ. ഒരു രക്ഷയില്ല രേണു. ജന്മങ്ങളിൽ തീർത്ത് സകലമാന പാട്ടുകളെയും കൊന്നു കൊല വിളിച്ച് പണ്ടാറോടെ കിട്ടും. അപ്പൊ നിനക്ക് വല്ല കഴിവുണ്ടാണെന്ന്. എടാ എനിക്ക് കഴിവില്ല, ഉണ്ടായിരിക്കണ്ട. എന്തിനാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുള്ള പാട്ടുകളെല്ലാം കൊല വിളിക്കുന്നത്? എന്തിന്? ഇതിന്റെ ആവശ്യം തോന്നുന്നു. എടേ നമുക്ക് കഴിവില്ലെന്ന് തോന്നിട്ട് മാറിയില്ലേ? ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് പാട്ടിനെ വലിച്ചു കയറി കൊന്നു കൊല വിളിച്ച് പണ്ടാറോടെ കയറി പോകുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. मेरा दिल प्यार का दिलवाना दिलवाना प्यार का परवाना പാട്ട് കേൾക്കാം. തീർന്ന ഇതേത് പാട്ടിനെ കൊന്നു കൊല വിളിച്ചത് നോക്കട്ടെ. ബലൂണ് വെച്ചിരിക്കണല്ലേ. സിനിമക്കാരെ ബഹുമാനിക്കാട്ട്. രേണുവിന്റെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി അല്ല ഒരു കലാരൂപം. ഇത്രയും കഴിവില്ലാത്തവള് പാട്ട് പാടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ചോദിക്കും നിനക്ക് നാണമില്ലാടാ, ആ പെണ്ണ് എങ്ങനെയെങ്കിലും പാടട്ടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടാ എന്ന് നിങ്ങൾ ചിലപ്പോ പറയും. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ ഉള്ള കാര്യം പറയും. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കാതിരിക്കും. എനിക്ക് ഞാൻ കണ്ടുകൊണ്ട് ചിരിക്കാത്ത നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ. പക്ഷെ ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ആണ് കൊടൂര കമന്റ്സ്. അതിന് മുന്നേ രേണുവിന്റെ വേറൊരു വീഡിയോ കാണാൻ കേട്ടാ. നമുക്ക് രേണുവിന്റെ ഒരു സിനിമാക്കാരുമായിട്ടുള്ള ഒരു പിടിപാട് കണ്ടിട്ട് പോവാം. എന്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനായിരുന്നു. സോ ഞാൻ സിനിമാക്കാരെ ബഹുമാനിക്കും. അല്ലെങ്കിൽ ഞാൻ സിനിമക്കാരെയൊന്നും ബഹുമാനിക്കില്ല. വേറെ ലെവലാണ്. എന്തായാലും സിനിമാക്കാരെ കുറ്റം പറയത്തില്ല. കാരണം സിനിമയിലോട്ട് പോകാനുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൂപ്പ ഡോണ്ട് വെറി അപ്പൂപ്പ. ഈ രേണുവിനൊരു കുഴപ്പമുണ്ട്. തന്നെ അമ്മുമ്മ എന്ന ആന്റി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പൊള്ളും. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അപ്പൂപ്പ പടുകളവ തൈക്കളവി എന്നൊക്കെ വിളിക്കും. അതൊരു ഒരു തരം എന്തെങ്കിലും ഉണ്ട്. എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ തൈക്കളവി എന്ന് വിളിക്കാൻ നാളെ അപ്പൂപ്പ താങ്കൾക്ക്. താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെ ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനെന്ന് ധൈര്യമാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും.
ധൈര്യമുണ്ട് എന്റെ ഒറിജിനൽ വീഡിയോ താൻ പറഞ്ഞ ഒറിജിനൽ വീഡിയോ താൻ ഇടുന്നു. തള്ള വെല്ലുവിളിക്കല്ലേ രേണു, അങ്ങേര് വല്ലതുണ്ടെങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നഹർന്നത് നീയാണ്, പിന്നെ അങ്ങേരല്ല. അതുകൊണ്ട് വെല്ലുവിളിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ വെല്ലുവിളി. കാട്ടിക്കൂട്ടിയതൊക്കെ സ്വന്തമായിട്ട് അറിയായിരിക്കില്ല, അതുകൊണ്ട് വെല്ലുവിളിക്കാൻ സൂക്ഷിച്ചു വെല്ലുവിളിക്കണം കേട്ടാ. താൻ എന്താ എന്നെ പറ്റി ഓർത്തത്? താൻ ഈ പറയുന്നതെല്ലാം അക്ഷരം പ്രതി മിണ്ടാതെ കേൾക്കുന്നു. എനിക്ക് നാണമില്ലോടെ എന്നെ പറ്റി ആവശ്യമില്ല. താൻ എന്ത് സിനിമക്കാരനാ? എനിക്ക് ഞാൻ റിപ്ലൈ തരുന്നില്ല എന്ന് വെച്ചോണ്ടിരിക്കുവല്ലോ. പക്ഷെ സജിന ചേച്ചി വ്ലോഗ് എനിക്ക് തിരിച്ച് തന്നെ രണ്ടും വർത്താനം പറയണം. മനസ്സിലായോ? എല്ലാരും പറയുന്നത് എനിക്കിട്ട് പറയാൻ വരുന്നത് കേട്ടോ. താൻ എന്താ പറഞ്ഞ ഞാൻ ദുബായി പോകുന്ന മറ്റേത് അത് മാത്രമേ അറിയത്തുള്ളൂ. ദുബായി പോകുന്ന പെണ്ണുങ്ങളെ അതിന് പോകുന്നതാണ്. എടോ ഞാൻ മാന്യമായിട്ട് പ്രമോഷന് പോകുന്ന അറിയണോ സ്ഥിതി, മനസ്സിലായോ? അതെ, നല്ല പ്രൊമോഷനായിരുന്നു, ഭാരല പ്രൊമോഷൻ. അതിൽ യാവനോ ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പൈസ കൊണ്ട് തരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നിന്റെ ക്വാളിറ്റി അന്ന് അവിടെ ഇടിഞ്ഞ് വീഴുന്ന തകർന്ന് തരിപ്പണമായതിന് ലൈവ് കണ്ടോണ്ടത്. പിന്നെ നീ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുബായിലെ സൗദിയിലെ കസ്റ്റമർ കണ്ട് തന്നെയാണ്. സൗദിയിൽ എനിക്ക് എവിടെ നിന്നാ കസ്റ്റമർ കിട്ടിയത്? അവിടുത്തെ ബിസിനസ് എന്താ? എനിക്ക് കടാത്ത കണ്ടേം ചോദിക്കുന്നു സൗദിയിലെ ബിസിനസ് എന്താണെന്ന്. ചിലപ്പോൾ ആരെ അറിയിക്കാതെ വെച്ചോണ്ടിരിക്കുന്ന ബിസിനസ് ആയിരിക്കല്ലേ, അറിയിച്ചു കഴിഞ്ഞാൽ നാണക്കേടാ, അതുകൊണ്ടായിരിക്കും. പഞ്ചിടാ ശാന്തി വിള ദിനേശ് അപ്പൂപ്പ. പ്രായത്തിന് ബഹുമാനമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഫുള്ള് പറഞ്ഞിട്ട് പറയാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന്. അടാട് അടാട് അടുന്നേ അടുന്നേ കാവിലെ മുന്നോടി. ഇനി അതൊക്കെ പോട്ടെ, ഇനിയാണ് വേറൊരു സെറ്റ് സാധനം. ഫിൽട്ടർ ഇടാതെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ അടുത്ത് മുബി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടത് പിന്നെ ചരിത്രം. ആരടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിക്കാൻ പോകരുത്, ആവശ്യമില്ലാതെ ഓരോന്ന് പടച്ചു വിടും. കണ്ടുനോക്ക്. ആരടാ ചോദിച്ചത്? ഇതെല്ലാം കാണേണ്ട അവസ്ഥ വന്നത് മനസ്സിലായ? ആരോ പോയി ഏതോ മുമ്പിൽ പോയി ചോദിച്ചിരിക്കുകയാണ് ഫിൽട്ടർ ഇടാത്ത വീഡിയോ ഇടാവുന്നു. പിന്നെ കണ്ടതും നടന്നതും ചരിത്രമാണ്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്തിനാണ് ചോദിക്കാൻ പോയത്? ഇതിന്റെ എന്തായിരുന്നു ആവശ്യം? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. മക്ക ചോടോ നാനു മനസ്സൂർ പൊണ്ണ്. അയ്യോ, ഇതെല്ലാം കടയുടെ ഗതികേടാണല്ലോ ശിവനെ. അടവാ, എനിക്ക് വയ്യ, ഞാൻ പോന്നു. അയ്യോ, എപ്പടി ആരടാ ചോദിച്ചത്? ഇതെല്ലാം കാണേണ്ട ഗതികേട് വന്നല്ലോ. സിക്കിമുക്കി നടപ്പേ വെള്ളി ഇടിപ്പേ സിക്കിമുക്കി നടപ്പേ കോട്ട. എന്നാലും രേണുവിന്റെ ഗാനമേളയെ തുടർന്നിട്ട് ആൾക്കാർ പരിവേഷിതരായിരിക്കുകയാണ്. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവളെ ഗാനമേളയ്ക്ക് വിളിക്കുന്നവർ സംഗീതത്തെ കളിയാക്കുവാണോ? അങ്ങനെ വരുമോ? അത് ശരിയാണ് കേട്ടാ. ഒരു പോയിന്റ് നോക്കുമ്പോ ഗാനമേളക്ക് എന്തുദ്ദേശത്തിലാണ് ഇവളെ ഗാനമേളയ്ക്ക് വിളിച്ചതെന്ന് എനിക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ശരിയാണ്, എന്തിനാ വിളിച്ചത്? ഇവൾക്കൊക്കെ അവസരം കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതി. എക്സാക്ട്ലി. ഇതൊക്കെ കേൾക്കാൻ ആളുകളുണ്ടല്ലോ, പറ്റുന്ന പണി ചെയ്താൽ പോരെ. ശരിയാ, ഉദ്ഘാടനം ചെയ്ത് വല്ല ബാർ ഡാൻസും കളിച്ച് നിക്കർ ഡാൻസും കളിച്ച് നടന്നാൽ പോരെ. നിനക്ക് എന്തിനാ നിൽക്കുന്നത്? സ്വന്തം കഴിവുകേട് മനസ്സിലാക്കാത്തവൾ. നാട്ടുകാർ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എന്റെ അമ്മോ ചിരി അടക്കാൻ കഴിയുന്നില്ല, കുറച്ചൊന്നുമല്ല തൊലിക്കെട്ടി. ഏണോ ഇതൊന്നും കാണുന്നില്ലേ? നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു കമന്റ് കണ്ടില്ല കേട്ടോ നിന്നെ സപ്പോർട്ട് ചെയ്ത്. ചേച്ചിക്ക് വസീകര പാടുമ്പോൾ അങ്ങോട്ട് വേറെ പലതും മുട്ടും. നിക്കർ വിധവ, പബ്ലിക് ടോയ്ലറ്റ് തന്നെ. എന്തോന്നടേ ഇത്? സ്റ്റേജിൽ കയറി മടല് വെട്ടി അടിക്കണം മൂദേവിയെ. എന്റെ അമ്മോ, ഇത് കണ്ടിരുന്നവരുടെ ഒക്കെ അവസ്ഥ. അയ്യോ ഏണോ, നല്ലൊരു കമന്റിന് വേണ്ടിയിട്ട് ഞാൻ പരതി. കിട്ടിയിരുന്ന ഞാൻ കൊടുത്തേനെ. ഇതിനെയൊക്കെ ആരാണ് ഈ അവസരങ്ങൾ കൊടുക്കുന്നത്? എത്രയോ നന്നായി പാടുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനാ പരിപാടി നടക്കുന്ന പരിസരത്ത് തന്നെ ഉണ്ടാകും. സത്യം, കറക്റ്റല്ലേ പറഞ്ഞത്? അതായത് ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന അവിടെ സൈഡില് ഈ പ്രോഗ്രാം കാണാൻ ഇരുന്നതിൽ തന്നെ എത്രയോ നന്നായി പാടുന്ന കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കും. അതിലേതെങ്കിലും കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി പാടിച്ചാൽ പോരെ.
എന്തിനാണ് ഇതിനെയൊക്കെ പിടിച്ചിരുത്തി പാടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്. ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഇവളെ വിളിച്ചേർത്തി പാടിക്കുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അത് അമ്പലമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടേ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഗാനമേളയൊക്കെ നടത്തുമ്പോൾ ആൾക്കാർ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടും കഴിവുള്ളവരെ ആയിരിക്കും പാട്ട് പാടാനായിട്ട് വിളിക്കുന്നത്. അല്ലാണ്ട് അവിടെ നിൽക്കുന്നവരും വരുന്നവരും പോകുന്നവരെയൊക്കെ പിടിച്ചിരുത്തി പാട്ട് പാടിക്കും ഇല്ല. ഇനി വരുത്തുന്നവരെല്ലാം അത്രയും കഴിവുള്ളവരായിരിക്കും. ഇതിപ്പോ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തുദ്ദേശത്താണ് ഗാനമേളയ്ക്ക് വിളിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പാടുന്നത് ഈ സെറ്റപ്പിലാണ് പാടുന്നത്. മനസ്സിലാവുന്നില്ലടാ, സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ എം കൺഫ്യൂസ്ഡ്, ടോട്ടലി കൺഫ്യൂസ്ഡ്. ഗാനമേളയ്ക്കടെ അവസ്ഥ സത്യം. ആ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ, അവിടെ ആൾക്കൂട്ടം ഫ്രണ്ടിൽ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, സീരിയസ്ലി പറയാം, കാരണം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇനി എങ്ങോട്ട് ആൾക്കൂട്ടം അവിടെ ഉണ്ടോ ഇല്ലയോ, ആകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും ഇനി അവിടെ ആൾക്കൂട്ടം ഉണ്ടോന്ന് വെച്ചോ, ഒരു 10 പേര് പോട്ടെ, ഒരു 5 പേരുണ്ടോന്ന് വെച്ചോ. അങ്ങനെ ഒരു 5 പേരുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്താലും ചിലപ്പോൾ അവരും പാടുമായിരിക്കും ഇതിനേക്കാളും കേമമായിട്ട്. പിന്നെ എന്തിനാണ് ഇതിനെയൊക്കെ ഗാനമേളയ്ക്ക് വിളിക്കുന്നത്? ഇതിനൊക്കെ കൊടുക്കുന്നതിന്റെ പൈസ പോലും കൊടുക്കേണ്ടതായിരിക്കും. അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പിള്ളേരെ വിളിച്ച് പാടിച്ചു കഴിഞ്ഞാൽ സത്യം ആ പിള്ളേർ നന്നായിട്ട് പാടിയിട്ട് പോവായിരുന്നു. ഇതിപ്പം എന്തൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിൽ. നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല. സത്യം, ഞാനുള്ള കാര്യം ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഇതൊക്കെ അതപ്പതിച്ച് പോയതല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നോക്കട്ടെ, വേറൊരു വീഡിയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. ഞാൻ പിന്നെ വിട്ടുപോയത് അതിൻ്റെലോട്ടെ. ഉദ്ഘാടനങ്ങൾ പോട്ട്. പിന്നെ പ്രജീഷുമായിട്ട് വീണ്ടും റീൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന്റെ കുടുംബം അടുത്ത് തകർക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ദാസേട്ടനെ കാണാനില്ല, ദാസേട്ട ആ വഴി പിന്നെ പോയെന്ന് തോന്നുന്നു. അങ്ങനെ മൊത്തം റോഡിലാണ് എടുത്തു വെച്ചിരുന്ന വീഡിയോ കാണാനില്ല, മുക്കി ഇവിടോട്ട് എന്നെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്തായാലും ദൈവത്തിനറിയും. അപ്പൊ ശാന്തിവളം ദിനേശൻ അപ്പൂപ്പന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങേരിനുള്ള സകലമാന വീഡിയോയും കാര്യങ്ങളും എടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതോടെ തേഞ്ഞിട്ടു. വിശപ്പടക്കാൻ വയ്യ, വിശക്കുന്നു, ഒന്ന് പോയി കഴിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ളതിനൊക്കെ സ്റ്റേജ് ഷോയിൽ വിളിച്ചിട്ട് ആൾക്കാരെ ഇങ്ങനെ, പിന്നെ ആൾക്കാർ നോക്കിയിരിക്കും. കോമഡി പീസ് എല്ലാം കോമഡി ആയിട്ടിരുന്ന് കാണുമല്ലേ, അത് ശരിയാണ്. പിന്നെ ഈ പ്രോഗ്രാമിനെ വിളിക്കുന്നവരും വിചാരിക്കുന്നത് അവരെ പ്രോഗ്രാം 10 ആൾ അറിയട്ടെന്നായിരിക്കും. ഏത് അവരുടെ അമ്പലമല്ലല്ലോ ഈ പറയുന്ന എന്തുവാ സ്റ്റേജൊക്കെ കാര്യങ്ങൾ. ഇനി അമ്പലമാണെങ്കിൽ ആ അമ്പലമെങ്കിലും 10 ആൾ അറിയട്ടെന്ന് വിചാരിച്ചാണ്. നെഗറ്റീവായാലും ഇവക്കൊരു ഫെയിം ഉണ്ടല്ലോ, നാട്ടുകാർ തള്ളക്കി വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഞാൻ കാണിച്ചില്ലേ, കമന്റ് ബോക്സിൽ നല്ല കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഇടയിൽ നിന്ന് കട്ട് ചെയ്തല്ല, ഞാനൊരു അരുവേന്ന് കുറച്ച് കമന്റ്സ് എടുത്താണ്. ഇനിയും താഴോട്ട് ചിലപ്പോൾ നല്ലത് കാണുമായിരിക്കും, പക്ഷെ അത് താഴോട്ടായിരിക്കും. അല്ലാണ്ട് ഭൂരിപക്ഷം കമന്റും ഒക്കെ എഗെയിൻസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനതങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ഇതെല്ലാം നാട്ടുകാര് ചീമുട്ട ഏറും വാങ്ങിക്കൂട്ടി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നത് രേണുസുതി വളരെയധികം സ്നേഹത്തോടെ പറയുകയാണ്. ഒന്നാമതെ ഓൾറെഡി എയറിലെന്ന് എയറിലോട്ട് പറന്നുകൊണ്ട് നടക്കണം. അതിന്റെ ഇടയിൽ കൂടി ഇന്ന് നാട്ടുകാരെ ഏറും കൂടി വാങ്ങിച്ച് പിടിച്ചുകൊണ്ട് ചീമുട്ട ഏറിയും വാങ്ങിച്ച് ഓടേണ്ട ഒരു അവസ്ഥ രേണുസുതിക്ക് ഉണ്ടാവരുത് സുഹൃത്തുക്കളെ. ഇതല്ല രേണുസുതി, നീ ഇത്രയും കഴിവുള്ള കലാകാരി ആയിരുന്നെന്ന് സമൂഹം തിരിച്ചറിഞ്ഞില്ല. നിന്നെ ഇനിയെങ്കിലും സമൂഹം തിരിച്ചറിയാതിരിക്കട്ടെ. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവൂല. അമ്മാതിരി കലാവാസനയാണ് നീ വാരി തുപ്പുന്നത്. നിന്റെ കലാവാസന കാരണം ഇവിടെ നാട്ടുകാർക്ക് ഇപ്പൊ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് പേരെൻ്റെത് പറയാറുണ്ട്, അതിലെ മതിയടാ അവർക്ക് ഇനിയും റീച്ച് കൊടുക്കാതെ. ഞാൻ എന്നാ റീച്ച് കൊടുക്കാൻ, അവളോടെ കിടക്കല്ലേ, നമ്മള് നമ്മുടെ കാര്യം നോക്കി ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും. എല്ലാം നമ്മൾ സീരിയസ് ടോപ്പിക്ക് മാത്രം എടുത്ത് സംസാരിക്കുന്നതിനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആവാം, അത്രേ ഞാനൊന്ന് ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എന്റർടൈൻമെന്റ്, ഓരോ കളിയാക്കലും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ രേണുസുതി ഒരു കലാകാരിയല്ലേ അല്ലേ? അത് മനസ്സിലാവുന്നില്ലേ? സകല കലാ വല്ലഭിയായിരുന്നു. പാട്ട്, ഡാൻസ്, ഉദ്ഘാടന, വേറെന്താ ബിഗ് ബോസ് സ്റ്റാർ, എന്റെ ശുണ്ണിട്ടോ എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അമ്പും വില്ല്, അവസാനം പവനായി റോക്കറ്റ് വിട്ട അവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് രേണുസുതി കോണ്ടന്റ് ഒക്കെ ചെയ്ത് കോമഡി ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ വലിയ കോമഡി ആണെന്നൊന്നുമില്ല. പിന്നെ കുറെ പേരുടെ ഇത് പറയാറുണ്ട്, അതിലെ കൊള്ളാടാ ചേച്ചി വീഡിയോ ആണ്. നമുക്കതൊരു പ്രശംസയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് വാങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു എന്റർടൈൻമെന്റ്, അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഇടയ്ക്കിടയ്ക്കിട്ട് കൊട്ടുന്നതാണ്. പിന്നെ റെലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അതൊന്നും അതും പറയും. ഇതിപ്പോ ഒരു കാര്യവും ഇല്ല, എങ്കിലും ചുമ്മാ ഇവളുടെ ഗാനമേള കണ്ടപ്പോൾ ഞാൻ ചിരിച്ചിരിച്ചത്ത് കൂട്ടത്ത് നിങ്ങളെയും കാണിച്ച് നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാന്ന് വിചാരിച്ചു. കാണാത്തവരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ നമുക്കൊക്കെ ഒരുമിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കാന്നേ, അല്ലാണ്ട് എന്നാ പറയാനാ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.